CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC സീസണിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 30 വൈകുന്നേരം 4:30 നടക്കുന്ന പോരാട്ടത്തിൽ ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് എതിരാളികൾ എന്നുള്ളത്. ഗ്രൂപ്പ് ഡിയിൽ ഉൾപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ മാത്രമേ സെമി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. രാജസ്ഥാൻ യുണൈറ്റഡിനോടൊപ്പം സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി കൂടാതെ തന്നെ മുംബൈ സിറ്റി FC എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത്. അതിനാൽ സെമി യോഗ്യതക്കായി ഗ്രൂപ്പിലെ ഓരോ മത്സരവും ബ്ലാസ്റ്റേഴ്സിന് നിർണായകം തന്നെയാണ്. രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏതായാലും 4-2-3-1 എന്ന ആ ഒരു ഫോർമേഷനാണ് ഞാനിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പ്രതിരോധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടീമിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ഐബൻ ഡോളിങ് കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള യുവാൻ റോഡ്രിഗസ്, ബിഗാഷ്, അമീർ റണവഡെ എന്നിവരായിരിക്കും നമുക്ക് പ്രതിരോധ നിരയിൽ കാണാൻ സാധിക്കുക. ഇനി ഏതായാലും മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ഡുസാൻ ലഗാട്ടൂർ, വിപിൻ മോഹനൻ എന്നിവരെ ആയിരിക്കും മധ്യനിരയിലെ ചുമതല എന്നുള്ളത്. ലെഫ്റ്റ് വിങ്ങറായി നോഹ സദോയും അതോടൊപ്പം തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കൊണ്ട് അഡ്രിയാൻ ലൂണയും കളിക്കുന്നതായിരിക്കും. റൈറ്റ് വിങ്ങിലാണെങ്കിൽ കോറോസിങ്ങിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി പോർച്ചുഗീസ് മുന്നേറ്റ താരമായിട്ടുള്ള ഡിയാഗോ അൽവാരസ് ആയിരിക്കും സ്ട്രൈക്കർ പൊസിഷനിൽ ഇറങ്ങുക എന്നുള്ളത്. സൂപ്പർ കപ്പിൽ ടീമുകൾക്ക് 6 വിദേശ താരങ്ങളെ കളിക്ക് ഇറക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈൻ ഇപ്രകാരമാണ്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധ്യത ലൈൻ തീർച്ചയായിട്ടും താഴ്ന്ന കമന്റ് ആയിരിക്കും കൊടുത്താൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.